നമസ്കാരം. ചതി കൊണ്ടും ചാരപ്പണി കൊണ്ടും കുപ്രസിദ്ധി നേടിയ രാജ്യമാണ് ചൈന. സ്വന്തം കാര്യം നേടാനായി ആരെയും ചതിക്കാൻ ചൈനയ്ക്ക് മടിയില്ല. ചൈനയുടെ ചാരന്മാർ ലോകം മുഴുവനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പലപ്പോഴും ചൈനയുടെ ചാരപ്പണി ലോകരാജ്യങ്ങൾ കൈയോടെ പൊക്കിയിട്ടുമുണ്ട്. വീണ്ടും ചാരപ്പണിയുടെ പേരിൽ ചൈന കുപ്രസിദ്ധി ആർജിക്കുകയാണ്. ഇപ്പോൾ ജർമ്മനിയാണ് ചൈനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഹുവായ് 5G ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തങ്ങളുടെ നെറ്റ്വർക്കുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരുങ്ങുകയാണ് ജർമ്മനി. ബ്രിട്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ, പോളണ്ട് എന്നീ രാജ്യങ്ങൾ ഇതിനകം തന്നെ ഹുവായ് ഉപകരണങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. 5G ഉപകരണങ്ങളുടെ ഹുവായ് ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നിരോധനം. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് വാർത്താവിനിമയ കമ്പനികളിലൊന്നാണ് ഹുവായ്. ഹുവായ്, ഹോണർ എന്നീ മൊബൈൽ ഫോണുകളും ഹുവായ് കമ്പനിയുടേതാണ്. 5G നെറ്റ്വർക്കിനു വേണ്ട വാർത്താവിനിമയ ഉപകരണങ്ങൾ വിപണനത്തിനിറക്കിയ ആദ്യ കമ്പനികളിലൊന്നും ഹുവായ് തന്നെയാണ്. ഈ ഉപകരണങ്ങളിലൂടെ നെറ്റ്വർക്കുകളിൽ നുഴഞ്ഞു കയറാനും സുപ്രധാനമായ വിവരങ്ങൾ മോഷ്ടിക്കാനാകുമെന്നും കണ്ടെത്തിയത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമാണ്. അതോടൊപ്പം ചൈനയ്ക്ക് ആവശ്യം വന്നാൽ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ വാർത്താവിനിമയ സംവിധാനം തകരാറിലാക്കാനും സാധിക്കും. ഹുവായ് സിഇഒയുടെ മകളായ മെഗ് വാൻ ഷോവിനെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അമേരിക്ക അറസ്റ്റ് ചെയ്തിരുന്നു. അമേരിക്കയിലുള്ള എല്ലാ 5G പദ്ധതികളിൽ നിന്നും 4 വർഷം മുമ്പ് ഹുവായ് കമ്പനിയെ നിരോധിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഓസ്ട്രേലിയയും സ്വീഡനും പോളണ്ടും ഹുവായിയെ നിരോധിച്ചത്. എന്നാൽ ജർമ്മനി ഇതുവരെ അത്തരമൊരു തീരുമാനം എടുത്തിരുന്നില്ല. സുരക്ഷാ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമാണ് ജർമ്മനിയും ഇപ്പോൾ തീരുമാനമെടുക്കാൻ നിർബന്ധിതമായത്. ഹുവായ് മാത്രമല്ല, മറ്റൊരു ചൈനീസ് കമ്പനിയുടെയും ഉപകരണങ്ങൾ സമാനമായ രീതിയിൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ജർമ്മൻ അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ തീരുമാനം വരുന്നതിന് മുമ്പ് അവരുടെ 5G നെറ്റ്വർക്കുകൾ ഹുവായ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നു. അവയെല്ലാം നീക്കം ചെയ്ത് എത്രയും പെട്ടെന്ന് ചൈന ബന്ധമില്ലാത്ത കമ്പനികളുടെ ഉപകരണം സ്ഥാപിക്കണമെന്നാണ് ജർമ്മൻ സർക്കാർ ആവശ്യപ്പെടുന്നത്. എത്ര സാമ്പത്തിക നഷ്ടം സഹിക്കേണ്ടി വന്നാലും ദേശസുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണമെന്നാണ് ജർമ്മൻ സർക്കാർ ജനങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ചൈനയുടെ ചാരപ്പണി അമേരിക്കയും നേരത്തെ കണ്ടെത്തിയിരുന്നു. ചൈനയ്ക്കായി ചാരപ്രവർത്തനം നടത്തിയ കുറ്റത്തിന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെ അമേരിക്ക അറസ്റ്റ് ചെയ്തിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ FBI ആണ് അറസ്റ്റ് ചെയ്തത്. അമേരിക്കൻ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി മുൻ ഉദ്യോഗസ്ഥനായ റോൺ റോക്കൽ ഹാൻസനെയാണ് അറസ്റ്റ് ചെയ്തത്. ചൈനയിലേക്ക് പോകുന്നതിനായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു FBI അധികൃതർ 58 വയസ്സുകാരനായ ഹാൻസനെ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി ഹാൻസൺ ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം സംശയിച്ചിരുന്നു. 2006 അമേരിക്കൻ ഡിഫൻസ് ഏജൻസി ഉദ്യോഗസ്ഥനായിരുന്നു ഹാൻസൺ. ഒന്നിലേറെ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുമെന്നും FBI കണ്ടെത്തിയിരുന്നു. DIA വിട്ട ശേഷം ഇയാൾ നിരന്തരമായി ചൈനയിൽ സന്ദർശനം നടത്താറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2013-17 കാലഘട്ടത്തിൽ. ഹാൻസൺ വർഷങ്ങളായി ചൈനയ്ക്ക് വേണ്ടി ചാരപ്രവൃത്തി തുടരുകയാണെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചത്. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ രഹസ്യങ്ങൾ ഇയാൾ ചോർത്തി നൽകിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനായി $8 ലക്ഷം ഹാൻസൺ ചൈനയുടെ പക്കൽ നിന്നും കൈപ്പറ്റിയെന്നാണ് വിവരം. രാജ്യസുരക്ഷയ്ക്ക് തുരങ്കം വയ്ക്കുന്ന നടപടി ഒന്നും തന്നെ വെച്ചു പൊറുപ്പിക്കില്ലെന്ന് അമേരിക്കയും ജർമ്മനിയും മറ്റ് ലോകരാജ്യങ്ങളും ആവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.